അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പരാമർശത്തിൽ മന്ത്രി ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ആരുടെയും ജീവിതം തകർത്തിട്ടില്ലെന്നും അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണമെന്നും സതീശൻ ദില്ലിയിൽ പറയുന്നുണ്ട്. ഗണേഷിന്റെ കുടുംബ പ്രശ്നം തീർക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. ഭാര്യ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും സതീശൻ പറയുന്നുണ്ട്. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിക്കുകയും കുടുംബം തകർത്ത് സകലതും പിടിച്ചുവാങ്ങി മക്കളെയും തന്നെയും വേർപിരിക്കാൻ മധ്യസ്ഥത വഹിക്കുകയും ചെയ്തുവെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ആരോപണം വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മരിച്ചു മണ്ണടിഞ്ഞിട്ടും ഇന്നും ഉമ്മൻചാണ്ടിയെ ദയയില്ലാതെ വിവാദങ്ങളിലേക്ക് വലിച്ചിടുകയാണ് രാഷ്ട്രീയ ശത്രുക്കൾ. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗണേഷ് കുമാറിന്റെ വാക്കുകൾ. 2 മക്കളെയും തന്നെയും വേർപിരിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഒരു നല്ല മനുഷ്യനും കുടുംബനാഥനുമായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എന്നാൽ തന്റെ മന്ത്രിസഭയിലെ ഗണേഷ് കുമാറിനെതിരെ പരാതികൾ വ്യാപകമായതോടെയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പുറത്താക്കിയത്. ഗണേഷ് കുമാർ വെറും വിഷമാണെന്ന് മുതിർന്ന നേതാവും ഗണേഷ് കുമാറിന്റെ പിതാവുമായ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞതോടെയാണ് ഉമ്മൻചാണ്ടി കടുത്ത നിലപാടിലേക്ക് കടന്നത്. ഇതാണ് വർഷങ്ങൾക്കിപ്പുറം വിവാദങ്ങളിലേക്ക് ഉമ്മൻചാണ്ടിയെ വലിച്ചിടാൻ ഗണേഷിനെ പ്രേരിപ്പിച്ചത്. നേരത്തെ സോളാർ കേസിൽ വിവാദമായ കത്ത് വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം.എൽ.എയുമായ ചാണ്ടിയുമ്മൻ ഗണേഷ് കുമാറിനെതിരെ കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഗണേഷ് കുമാർ തന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും തന്നെ സ്നേഹിച്ചതുപോലെയാണ് ഗണേഷ് കുമാറിനെയും അപ്പൻ സ്നേഹിച്ചതെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു. എന്നിട്ടും സോളാർ കേസിൽ വിവാദമായ 18 പേജുള്ള കത്ത് എങ്ങനെ 24 പേജായെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു. ഇത് ചർച്ചയായതിനെ തുടർന്നാണ് വിശദീകരണവുമായി ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. ഇതിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രൂക്ഷമായി വിമർശിച്ചത്. അടൂർ പ്രകാശിനെയും സതീശൻ പിന്തുണയ്ക്കുന്നുണ്ട്. വീഡിയോ കാണാം. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ. 2 അദ്ദേഹത്തിന്റെ ഭാര്യ. ഞാൻ ഈ കുടുംബ വിഷയം പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, ഉമ്മൻചാണ്ടിയെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ഉണ്ടായത്. ദയവ് ഇത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല. ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുള്ള ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയും. ഞാൻ പറയട്ടെ, ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല. അന്ന് കള്ളനല്ലല്ലോ ഇയാള്. അത് എനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുന്നേ. കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ അടൂർ പ്രകാശന് ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? അല്ല, കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. മന്ത്രി അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും സോണിയാഗാന്ധി കാണാൻ പോയത്. സോണിയാഗാന്ധി കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിശദീകരിക്കാൻ ഒന്നുമില്ല. അതിൽ എന്തിനാ വിശദീകരിക്കണത്? ഒഴിഞ്ഞു മാറുന്നു. എന്തിനാ വിശദീകരിക്കണത്? ഞാൻ ചോദിക്കട്ടെ. അത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. നാളെ ഒരാള് സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെയെങ്കിലും വെച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച്. അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ്? അയാൾ കള്ളനാണ്. ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു, മുഹമ്മദ് റിയാസിന്റെ PWD മന്ത്രി. അവിടെ ഒരു വ്ളോഗർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. വലിയ പ്രചരണം ടൂറിസത്തിന് വേണ്ടി നടത്തി. അവര് പിന്നീട് സ്പൈ ആണെന്ന് തെളിഞ്ഞു. അപ്പൊ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മുഹമ്മദ് റിയാസ് അതിൽ ഉത്തരവാദിയല്ല. സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ PWD മന്ത്രി CPM മന്ത്രിയാണ്. കൊണ്ടുവരോ? ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരോ? അപ്പൊ അവര് സ്പൈ ആണെന്ന് നമുക്കറിയില്ല. അവര് വ്ളോഗറായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അവര് സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കേണ്ടത്. ആ മാന്യത. കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ? അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ. പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാര് കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുക്കൂല. ആ തീരുമാനത്തിലെല്ലാം അദ്ദേഹത്തിന് പങ്കുണ്ട്. അല്ല, ഞാൻ പറയണത് മനസ്സിലാക്കി. കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെ അല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെടും. കടകംപള്ളിയുടെ ഫോട്ടോ അല്ലല്ലോ പ്രശ്നം.
അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നം. ഇതൊരു പരിപാടിയിലെടുത്ത ഫോട്ടോയല്ല, മറിച്ച് 10 ജന്മത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ അവിടേക്ക് ആക്സസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും പോകാലോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തിനാ അതുകൊണ്ടെന്ന് ആർക്ക് വേണമെങ്കിലും പോവാം, ആർക്ക് വേണമെങ്കിലും പോവാം. എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ എത്ര പേര്. പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല. അല്ലാതെ ഒരാള് വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ കൊടുത്തത് അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. ആ ചോദ്യത്തിന് പ്രസക്തി അന്ന് എനിക്കറിയില്ല. നിങ്ങൾ KPCC പ്രസിഡന്റ്